നമുക്ക് ഈ വീക്കിൽ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഹിമാലയൻ റിവേഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗംഗ റിവറാണ്. ഗംഗയുടെ ഒറിജിനാണ് ആദ്യം നോക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഉത്തരാകാശി ജില്ലയിൽ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗൗമുഖ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നു. ഗംഗോത്രി ഭഗീരഥി എന്ന പേരിലാണ് ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ദേവപ്രയാഗിലെത്തുമ്പോൾ ഈ ഭഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്തിട്ട് അത് ഗംഗയായിട്ട് മാറുന്നു. അളകനന്ദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സതോപാന്ത് ഗ്ലേഷ്യറിൽ നിന്നാണ്. അത് ബദ്രിനാഥിൻ്റെ മുകൾ വശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപ്രയാഗ് എന്ന 5 നദികളെക്കുറിച്ചാണ്. അത് 5 നദികൾ അളകനന്ദയായിട്ട് ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ പേരുകളാണ്. ആദ്യം അളകനന്ദ ധൗളി ഗംഗയായിട്ട് ചേരുമ്പോൾ അവിടെ വിഷ്ണുപ്രയാഗ് ആണ് ഉണ്ടാകുന്നത്. അളകനന്ദ നദി നന്ദാകിനി നദിയുമായിട്ട് ചേരുമ്പോൾ നന്ദപ്രയാഗ് വരുന്നു. അളകനന്ദ പിണ്ടാർ ഗംഗയായിട്ട് ചേരുമ്പോൾ കർണപ്രയാഗ്. അളകനന്ദ മന്ദാകിനി കേദാർനാഥിൽ നിന്ന് വരുന്ന മന്ദാകിനിയായിട്ട് നദി ചേരുമ്പോൾ രുദ്രപ്രയാഗ് എന്ന് വരും. അളകനന്ദ ഗംഗോത്രിയിൽ നിന്ന് വരുന്ന ഭഗീരഥി നദിയായിട്ട് ചേരുമ്പോൾ ദേവപ്രയാഗ് ആണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ടാണ്. തെഹ്രി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. ഗംഗയുടെ നീളം വരുന്നത് 2525 കിലോമീറ്ററാണ്. ഗംഗ ഒഴുകുന്നത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. ഗംഗ ഉത്തരാഖണ്ഡിൽ 110 കിലോമീറ്ററും ഉത്തർപ്രദേശ് 1450 കിലോമീറ്ററും ബീഹാറിൽ 445 കിലോമീറ്ററും വെസ്റ്റ് ബംഗാളിൽ 520 കിലോമീറ്ററുമാണ് ഒഴുകുന്നത്. ഗംഗ ഡ്രെയിനേജ് ബേസിൻ ഇന്ത്യയിൽ മാത്രം ഏകദേശം 8.6 ലാഖ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഗംഗ റിവർ സിസ്റ്റം ആണ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിവർ സിസ്റ്റമായിട്ട് വരുന്നത്. ഗംഗ റിവർ സിസ്റ്റത്തിൽ പെർണിയൽ റിവേഴ്സും നോൺ പെർണിയൽ റിവേഴ്സും ഉണ്ട്. അതായത് വറ്റാത്തതും വറ്റുന്നതുമായിട്ടുള്ള നദികളുണ്ട്. ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഗംഗ ഓരോ സംസ്ഥാനങ്ങളിലൂടെയും ഒഴുകുന്ന ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1450 കിലോമീറ്ററോളം ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. അപ്പോൾ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും വലിയ നദീതട സംവിധാനം അല്ലെങ്കിൽ റിവർ സിസ്റ്റം ഗംഗയാണ് ഇന്ത്യാസ് നാഷണൽ റിവർ. 2008 നവംബർ 4 ദേശീയ നദി അല്ലെങ്കിൽ നാഷണൽ റിവറായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ചത്. ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗയാണ് ഏറ്റവും കൂടുതൽ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹിമാലയൻ റിവർ. ഇന്ത്യയിലെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ. ഫറാക്കയിൽ വെച്ച് ഗംഗയെ 2 ഡിസ്ട്രിബ്യൂട്ടറീസായിട്ട് മാറുന്നുണ്ട്. ഒന്ന് ഭഗീരഥി ഹൂഗ്ലിയിലെ വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ടും ബംഗ്ലാദേശിൽ വെച്ചിട്ട് പത്മ ഡിസ്ട്രിബ്യൂട്ടറി ആയിട്ട് മാറും. പത്മ ജമുനയായിട്ട് ബംഗ്ലാദേശിൽ വെച്ച് ജോയിൻ ചെയ്ത് അത് ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകുന്നത്, സാഗർ ഐലൻഡിൻ്റെ അടുത്ത് വെച്ചിട്ട്. സുന്ദർബാൻ ഡെൽറ്റയാണ് ഗംഗയും ബ്രഹ്മപുത്ര നദിയും കാരണം ഉണ്ടാവുന്ന ഒരു ഡെൽറ്റ. ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രധാന നഗരങ്ങൾ ഋഷികേശ്, ഹരിദ്വാർ, കാൺപൂർ, പ്രയാഗ്രാജ്, മിർസാപൂർ, വാരണാസി, കനൗജ്, പട്ന എന്നിവയാണ്. നമുക്കിനി ഗംഗയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് നോക്കാം. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത് യമുന, സോൺ ഒക്കെയാണ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് രാമഗംഗ, ഗോമതി, ഘഗാര, ഗന്ദക്, കോസി, മഹാനന്ദ എന്നിവയാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗംഗാ റെജുവിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗംഗാ പുനരുജ്ജീവന പരിപാടികളെക്കുറിച്ച്. അതിൽ ആദ്യമായിട്ട് വരുന്നത് ഗംഗ ആക്ഷൻ പ്ലാനാണ്.
1986 ജനുവരി 14 ഗംഗ ആക്ഷൻ പ്ലാൻ തുടങ്ങിയത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. 2014 നരേന്ദ്രമോദി നേതൃത്വത്തിൽ നമാമി ഗംഗ എന്നൊരു പദ്ധതിയും നടത്തിയിരുന്നു. മലിനീകരണം ഫലപ്രദമായി ലഘൂകരിക്കുവാനും ദേശീയ നദിയായ ഗംഗയുടെ സംരക്ഷണവും പുനരുജ്ജീവിപ്പിക്കലും എന്നീ ഇരട്ട ലക്ഷ്യങ്ങളോടെയാണ് 2014 ജൂണിൽ കേന്ദ്ര സർക്കാർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പ്രോഗ്രാം. അപ്പോൾ നമാമി ഗംഗ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കുറയ്ക്കുന്നതും ഗംഗാ നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതുമാണ്. നമാമി ഗംഗ പ്രോഗ്രാമിൻ്റെ പ്രധാന പില്ലേഴ്സ് എന്ന് പറയുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് മലിനീകരണ സംസ്കരണ അന്തരഘടന, എങ്ങനെയൊക്കെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നത് എന്നുള്ളതും അതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ്, നദീമുഖ വികസനം, റിവർ സർഫസ് ക്ലീനിങ്, നദീ ഉപരിതല ശുചീകരണം, ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യം, അഫോറസ്ട്രേഷൻ, വനവൽക്കരണം, പബ്ലിക് അവയർനെസ്, ഗംഗാ നദിയുടെ പ്രൊട്ടക്ഷൻ, എല്ലാവരും ഒന്ന് അവയർനെസ് കൊടുക്കുന്നത്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് മോണിറ്ററിങ്, വ്യവസായിക മാലിന്യത്തിൻ്റെ മേൽനോട്ടം, അതായത് ഗംഗാ നദിയുടെ ചുറ്റുമുള്ള വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഇതിലേക്ക് വരുന്നതും അതിൻ്റെ pH എത്രയാണ്, അത് നമുക്ക് ഓക്കെ ആയിട്ടുള്ള, അതായത് നദിക്ക് മോശമായിട്ടുള്ള രീതിയിലാണോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുന്നത്. ഗംഗാഗ്രാം, ഇതൊക്കെയാണ് നമാമി ഗംഗ പദ്ധതിയുടെ പ്രധാന പില്ലേഴ്സ്.